മുമ്പ് നമ്മൾ കണ്ണൂരിൽ തന്നെ ആക്രമണം കണ്ടിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ഇത് 2013 സോളാർ ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലെറിയുന്നു, വടിയെറിയുന്നു. ആ ആക്രമണവുമായി ബന്ധപ്പെട്ട് 5 വർഷം നീണ്ട വിചാരണ നടന്നു. അതിനുശേഷം 88-ാം പ്രതി ദീപക് ചാലിന് 3 വർഷവും 18-ാം പ്രതി COT നസീറിന് 99-ാം പ്രതി ബിജു പറമ്പത്ത് എന്നിവർക്ക് 2 വർഷവും കണ്ണൂർ സെഷൻസ് കോടതി വിധിച്ചു. അപ്പോൾ ആ സംഭവം ഉണ്ടാകുമ്പോൾ അതിനോട് എങ്ങനെയാണ് നേതാക്കൾ പ്രതികരിച്ചത്? അന്ന് VS പ്രതികരിച്ചത് നമ്മുടെ മുന്നിലുണ്ട്. VS അതിനെ അപലപിച്ചു. അന്ന് പിണറായി വിജയൻ നടത്തിയ പ്രതികരണവും നമുക്ക് മുന്നിലുണ്ട്. പിണറായി വിജയൻ അതിൽ പറഞ്ഞത് ആ വാചകങ്ങൾ വേണമെങ്കിൽ ഞാൻ കേൾപ്പിക്കാം. നെഞ്ചിൽ ഇത്ര വലിയ ലോഹക്കോടുണ്ടെന്ന് ഞങ്ങളാരും മനസ്സിലാക്കിയിട്ടില്ല. ഉമ്മൻചാണ്ടി തൊലിക്കെട്ടിയെക്കുറിച്ച് നമ്മൾക്കറിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊരു കല്ലിങ്ങനെ വന്നാൽ അത് ഗ്ലാസ് തെറിച്ചുകൊണ്ട് ഠിം എന്ന് തെറിച്ച് ഗ്ലാസ് പൊട്ടുന്ന ലോഹക്കൂടാണോ ആ നെഞ്ച് എന്ന് ചോദിക്കുന്ന ഒരു പ്രതികരണം അദ്ദേഹം നടത്തും. എന്നിട്ട് അദ്ദേഹം അവസാനം പറയുന്ന ഒരു വരിയുണ്ട്: ഉപ്പും കൂട്ടി വിഴുങ്ങാൻ പറ്റുന്ന നുണ ആളുകൾക്ക് കൊടുക്കണ്ടേ എന്നാണ് പറയുന്നത്. ഉപ്പും കൂട്ടി വിഴുങ്ങാൻ പറ്റുന്ന നുണ ആളുകൾക്ക് കൊടുക്കണ്ടേ? അതെവിടെയൊക്കെ പ്രസക്തമാകുമെന്ന് ഞാൻ ജനങ്ങൾക്ക് വിടുകയാണ്. കാരണം സത്യമുണ്ടെങ്കിൽ ആ സത്യത്തിൽ നടപടി ഉണ്ടാകണം. സത്യമല്ല എങ്കിൽ അത് ജനം കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ കാണുമെന്നുള്ളൊരു വിഷയം കൂടിയാണ്. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് നടക്കുന്ന ഈ ഏറ്റുമുട്ടലുകൾ അത് കൈവിട്ടു പോകുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അതുകൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നേരത്തെ ഈ ആരോഗ്യരംഗത്തെ വിഷയങ്ങൾ വരുന്ന സമയത്ത് ഒരു റീത്ത് പ്രതിഷേധം നടന്നു. റീത്ത് പ്രതിഷേധം ഇതിനു മുമ്പ് നമ്മൾ SFIയുടെ ഭാഗത്തൊക്കെ കണ്ടിട്ടുണ്ട്. അതൊരു ശരിയായ പ്രതിഷേധ രീതിയാണോ എന്ന് ചോദിച്ചാലല്ല, ഒരാളെ മരിച്ചതായി കാണുന്ന രീതിയിലുള്ള പ്രതിഷേധമാണ്. ആ റീത്ത് പ്രതിഷേധം വന്ന ഘട്ടത്തിൽ എന്താണ്, വളരെ വേഗം അതിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മെഡിക്കൽ കോളേജുമായുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്നും വിഷയം മറ്റൊന്നിലേക്ക് മാറുന്നു. ഇപ്പോഴും അതാണ് സംഭവിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജുമായുള്ള വിഷയം മാറി, വിഷയം ഇപ്പോൾ ആരോഗ്യമന്ത്രിയെ ആക്രമിച്ചു. ആരോഗ്യ വകുപ്പ് ICUയിലോ എന്ന ചോദ്യമായിരുന്നു. ഇപ്പോൾ ആരോഗ്യമന്ത്രി ICUവിൽ എന്ന ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിന്റെ ഉത്തരവാദിത്തം ആർക്ക് എന്നൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുകയാണ്. പ്രസക്തവുമാണ്.